ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങനംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ അനുകൂല സാക്ഷി നിൽക്കുന്ന ആളുകളിൽ നമ്മയും നമ്മുടെ ഇഷ്ടക്കാരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്നൊരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ പൂർവികരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കേട്ടവരാണെങ്കിൽ അപ്പോഴാണ് ഈ അനുഗ്രഹങ്ങളുടെ ആ ഒരു വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മൾ എത്രത്തോളം അള്ളാഹു നൽകിയ അവസരങ്ങൾ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതെല്ലാം ആസ്വദിച്ചാണ് ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തലമുറ, അതിൻ്റെ തൊട്ടു മുമ്പുള്ള തലമുറ, അങ്ങനെയുള്ള മുത്തശ്ശിമാരിൽ നിന്നെല്ലാം ചരിത്രം, കഥകൾ കേട്ട ആളുകൾക്ക് അത് ബോധ്യപ്പെടും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ പൂർവികർ ജീവിച്ച സാഹചര്യങ്ങൾ ഒരുപാട് ക്ലേശം നിറഞ്ഞതായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, സുഭിക്ഷമായ ഒരു ഭക്ഷണത്തിന് ഒരവസരങ്ങളുമില്ലാതെ, എപ്പോഴെങ്കിലും കടന്നു വരുന്ന ആഘോഷ ദിവസങ്ങളിൽ പോലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ നെടുവീർപ്പുകളുമായി കഴിഞ്ഞുപോയ നമ്മുടെ പൂർവികരെക്കുറിച്ച് നമ്മളിവിടെ ഓർക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകി. ഈ അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ഗുണകരമായിട്ടാണോ ദോഷമായിട്ടാണോ ഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ കാരണം, ഇന്നലകളിൽ കഴിഞ്ഞ പട്ടിണിയുടെ കാലഘട്ടം നമ്മൾ പറയുമ്പോൾ, നമ്മുടെ പൂർവികർ പറയുമ്പോൾ, ജീവിതം വളരെ മനോഹരമായിരുന്നു. പരസ്പരം സ്നേഹിക്കുന്ന രീതികളിലായിരുന്നു. അയൽവാസികൾ, നാട്ടുകാർ, ഇവർക്കൊക്കെ ഇടയിലുള്ള ബന്ധങ്ങൾ വളരെ വലുതായിരുന്നു. നിങ്ങൾ കേട്ട് കാണും ആ കാലഘട്ടങ്ങളിലൊക്കെയുള്ള കല്യാണങ്ങൾ. നമ്മളൊക്കെ ബാല്യകാലത്ത് നടന്ന വിവാഹങ്ങൾ, എൻ്റെ പ്രായത്തിലെത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതേ പ്രകാരമുള്ള നമ്മുടെയൊക്കെ ബാല്യകാലങ്ങൾ നമ്മളൊന്ന് പിറകോട്ട് നമ്മൾ സഞ്ചരിച്ചാൽ, ഒരു 40 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ പോയാൽ, അന്നുണ്ടായിരുന്ന വിവാഹങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാരുടെ ഒരാഘോഷങ്ങളായിരുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക സംഗമങ്ങളായിരുന്നു. ഹൃദയങ്ങളുടെ കൂടിച്ചേരലുകളായിരുന്നു. അവിടെ വലുപ്പ ചെറുപ്പ വ്യത്യാസമുണ്ടായിരുന്നില്ല. ജാതി മത ചിന്തകൾക്ക് പോലും അതീതമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്.
ഒരു പന്തൽ വർക്ക് നടത്തണമെങ്കിൽ ഇന്ന് പന്തൽ എന്നതും നമ്മുടെ തലമുറക്ക് അന്യമാവുകയാണ്. അതെല്ലാം ഓഡിറ്റോറിയങ്ങൾ കീഴടക്കിയ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. എന്നാൽ അന്ന് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഉയരുന്ന പന്തലുകൾ ആ നാട്ടിലുള്ള ഓരോ ചെറുപ്പക്കാരൻ്റെയും അധ്വാനമായിരുന്നു. അതിന് മുകളിൽ വിരിക്കുന്ന ഓരോ ഓലകൾ അയൽവക്കത്തിൽ ഓരോ വീടുകളുടെയും സംഭാവനകളായിരുന്നു. അന്നുണ്ടായിരുന്ന ഡെക്കറേഷൻ ചെയ്യാൻ കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ പരിസരത്തുള്ള സഹോദരിമാരുടെ സാരികളോ അതുപോലെയുള്ള വസ്തുക്കളൊക്കെ ആയിരുന്നു. ഞാനിത് സൂചിപ്പിക്കാനുള്ള കാര്യം അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ മനസ്സിൻ്റെ സ്നേഹബന്ധങ്ങളെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ്. ആ വലിയ സ്നേഹ ഐക്യബോധത്തോടെ കഴിഞ്ഞ ആളുകൾ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിലെ അവസ്ഥകൾ കേവലം മതിൽക്കെട്ടുകളിൽ ഒതുങ്ങിയ വളരെ കുടുസമായ ഒരു ജീവിതം. ഒരുപാട് ആത്മഹത്യകൾ ഇന്ന് വർദ്ധിച്ചു. എന്നാൽ അന്ന് ആത്മഹത്യകൾ വളരെ വിരളമായിരുന്നു. കൊലപാതകങ്ങൾ ഇന്ന് വർദ്ധിച്ചു. അക്കാലങ്ങളിൽ മറ്റെന്തിൻ്റെയൊക്കെ പേരുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും താരതമ്യേന ഈ കാലഘട്ടത്തെ അപേക്ഷികമായി വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പരസ്പരം അറിയാനും അറിയിക്കാനും അവസരങ്ങളുണ്ടായിരുന്നു. എൻ്റെ വേദന എൻ്റെ മാത്രം വേദനയായിരുന്നില്ല, എൻ്റെ അയൽവക്കത്തുള്ള ഓരോ ആളുകളുടെയും വേദനയായിരുന്നു. ആ നാടിൻ്റെ വേദനയായിരുന്നു, ആ നാട്ടിലുള്ള സമൂഹത്തിൻ്റെ വേദനയായിരുന്നു. എന്നാൽ ഇന്ന് കുടുംബം മതിൽക്കെട്ടുകളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ബന്ധങ്ങൾക്ക് വിലയില്ലാതെ വന്നു. പരിശുദ്ധ റമളാനു ഷരീഫിൻ്റെ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ പങ്കുവെക്കാനുള്ള കാര്യം എന്താണ്? മനുഷ്യത്വത്തിൻ്റെ മഹനീയതയെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മൾ സാമൂഹ്യ ജീവികളാണ്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായി നമ്മൾ കാണുന്നത് നമുക്കിടയിൽ ഒരു തിരിച്ചറിവിന് വേണ്ടി സിട്ടാവ് നൽകിയ ഒരു സംവിധാനങ്ങൾ മാത്രമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്. ഓ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വ്യത്യസ്തങ്ങളാക്കി. നിങ്ങളെ ഗോത്രങ്ങളും വർഗവും രാജ്യവും ഭാഷയും ദേശമൊക്കെ വ്യത്യസ്തങ്ങളാക്കി. ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ. നിങ്ങളിൽ അത്യുന്നതൻ ഭക്തിയുള്ളവനാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു ദൈവവാക്യമാണ്. മനുഷ്യർ ഒരു സാമൂഹ്യ ജീവികളാണ്. മനുഷ്യർക്കിടയിലുള്ള ഈ സാമൂഹ്യ നന്മകളെക്കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒരിക്കലും നമ്മൾ മറന്നുകൂടാ. എന്തുകൊണ്ട് മറക്കുന്നുവെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകി എന്നത്. ആ സൗകര്യങ്ങൾ വേണ്ട വിധേനെ നമ്മൾ ഉപയോഗിക്കാതെ പോകുമ്പോൾ, ആ അനുഗ്രഹങ്ങളെ ആ അർഹിക്കുന്ന രീതിയിൽ നമ്മൾ കാണാതെ പോകുമ്പോൾ, അത് വലിയ ഒരു വിപത്തായി നമുക്കിടയിൽ സംഭവിക്കുന്നു. അനൈക്യങ്ങൾ ഉണ്ടാക്കുന്നു, പരസ്പര അകൽച്ചകൾ ഉണ്ടാക്കുന്നു, മനുഷ്യനെ അറിയാതെ പോകുന്നു, പലതിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്നു, കലാപങ്ങൾ ഉണ്ടാകുന്നു, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, അറുകൊല ചെയ്യപ്പെടുന്നു. കൊലപാതകങ്ങൾ യാതൊരു മനസ്സിന് പ്രയാസങ്ങൾ വരുത്താത്ത വിധം, മൃഗങ്ങൾക്ക് പോലും കഴിയാത്ത വിധം ഓരോ ദിവസങ്ങളിലും വാർത്തകളിൽ കൊലപാതകങ്ങൾ. അതുമാര് സ്വന്തം ചോരകളെ കൊല്ലുന്നു, ജ്യേഷ്ഠൻ അനിയനെ കൊല്ലുന്നു, മാതാവിനെ വധിക്കുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. ഈ ഒരു ബന്ധങ്ങൾ പൂർണ്ണമായി പരസ്പരം തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം ഇത്രമായാൽ വരാനുള്ള പ്രധാനമായൊരു കാരണം നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ബോധ്യം, ഒരു ചിന്ത നമുക്കില്ലാതെ വരുമ്പോഴാണ്. ചില നൈമിഷിക സന്ദർഭങ്ങളാണ് മനുഷ്യനെ ചില
തെറ്റായ ചിന്തകളാണ്, ചില പ്രത്യേക സാഹചര്യങ്ങളാണ്, ചില പ്രത്യേക പശ്ചാത്തലങ്ങളിലാണ് ഈ തിന്മകളെല്ലാം സംഭവിക്കുന്നത്. അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇവിടെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നാളെ നമ്മോട് അള്ളാഹു ചോദ്യം ചെയ്യും. ഇന്നസം അവൽ ബസർ വൽ ഫുആദ് കുല്ലുൻ, വളരെ വ്യക്തമായി അള്ളാഹു താല പറഞ്ഞു. മനുഷ്യൻ്റെ കേൾവി, മനുഷ്യൻ്റെ കാഴ്ച, മനുഷ്യൻ്റെ ചിന്തകൾ, കുല്ലുൻ ഉലൈക കാന അൻഹു മസ്ഊല, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്നു. നമ്മൾ കേൾക്കേണ്ടതേ കേൾക്കാവൂ, കാണേണ്ടതേ കാണാവൂ, ചിന്തിക്കേണ്ടതേ ചിന്തിക്കാവൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യത്തിൽ നിന്നാണ് അതിൻ്റെ ശരിയായ ദിശയിലേക്ക് നമുക്കതിനെ തിരിക്കാൻ കഴിയേണ്ടത്. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല, ഇഷ്ടാനുസരണം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ അവസരം അല്ലാഹു നൽകിയതെങ്കിൽ പിന്നീട് മനുഷ്യൻ എല്ലാ വേണ്ടാവൃത്തികളും ചെയ്യുമ്പോൾ ആരെയും പഴിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവനക്ക് വേറെ ചോദ്യങ്ങളില്ലല്ലോ. എന്നാൽ വിശ്വാസിക്കുണ്ടാകേണ്ടത് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. മഹ്ശറ വൻസഭയിൽ എടുത്തുവെച്ച കാൽപാദം ചലിപ്പിക്കാൻ അവനക്ക് കഴിയില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞല്ലാതെ. ഈ പ്രപഞ്ചത്തിൻ്റെ ജീവിത രീതികളെക്കുറിച്ച്, സാമ്പത്തിക വിനിയോഗങ്ങളെക്കുറിച്ച്, വിനിമയ മാർഗങ്ങളെക്കുറിച്ച്, അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന, അവൻ്റെ കിതാബ് പരിശോധിക്കുന്ന ഒരു സമയമുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള തിന്മകളൊക്കെ ഒരു പരിധിവരെ പിടിച്ചു നിർത്താനും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാനും നമുക്ക് കഴിയും. ഒരനുഗ്രഹമുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ കരയുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. വിശിഷ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓർത്തു പോവാണ് ഫാത്തിമ ബീവിയുടെ ഒരനുഭവം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഞാൻ പറഞ്ഞല്ലോ, പ്രവാചക പുത്രിയാണ്. പ്രവാചകനേറെ വാത്സല്യമുള്ള, ഇഷ്ടമുള്ള, വല്ലാതെ സ്നേഹിച്ച ഒരു പൂമോളാണ്. ആ ഫാത്തിമ ഒരിക്കൽ പട്ടിണിയാണ് അവരുടെ കാലഘട്ടം. 6-ാം നൂറ്റാണ്ടിലൊന്നുമില്ല. ഭർത്താവാകുന്ന അലിക്കാണെങ്കിലോ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ജോലിയാണ്. ആ ജോലിയിൽ നിന്ന്, അതിൻ്റെ വേതനം, അതിൻ്റെ കൂലിയിൽ നിന്ന് ലഭ്യമാകുന്ന വളരെ എന്താ പറയുക, ആ രീതിയിലുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ ഒരിക്കൽ ഒരു റൊട്ടി തിന്നാൻ ആഗ്രഹം തോന്നി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. തൻ്റെ പ്രിയതമനോട് ആശയം പങ്കുവെച്ചു. ഭാര്യയുടെ അഭിലാഷമാണ്. ഒരു വിധേനെ 4 റൊട്ടിയുമായി അലി റളിയല്ലാഹുവിന് കടന്നു വന്നു. ഫാത്തിമക്ക് വലിയ സന്തോഷം. ആഗ്രഹിച്ച പോലെ റൊട്ടി കിട്ടിയല്ലോ, ഇപ്പം കഴിക്കാം, ഇപ്പം ആ റൊട്ടി ഭക്ഷിക്കാമെന്ന് കരുതി പ്രിയപ്പെട്ട ഫാത്തിമ വളരെ ആർത്തിയോടെ ആ റൊട്ടി അഴിച്ചു. ആ പൊതി അഴിച്ചു. റൊട്ടി 4 ഉണ്ട്. അത് ആദ്യം പങ്കുവെച്ചു. 2 മക്കളുണ്ട്, ഹസനും ഹുസൈനും ഉണ്ട് റളിയല്ലാഹു അൻഹുമ. ഹസന് റൊട്ടി കൊടുത്തു, ഹുസൈന് റൊട്ടി കൊടുത്തു. പിന്നെ റൊട്ടി കൊണ്ടുവന്ന അലിക്ക് കൊടുക്കണം, ഭർത്താവിന് കൊടുക്കണം. ഒരു റൊട്ടി അലീനും കൊടുത്തു റളിയല്ലാഹു. പിന്നെ റൊട്ടിയുണ്ട്, സന്തോഷം അല്ലേ? അത് വളരെ ആർത്തിയോടെ, താല്പര്യത്തോടെ തൻ്റെ വായിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴാണ് ഫാത്തിമാൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത വരുന്നത്. ഞാൻ ഈ റൊട്ടി ഇതാ ഇവിടെ ഭക്ഷിക്കാൻ പോവാണ്, പക്ഷെ എൻ്റെ ഉപ്പ, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരു പക്ഷേ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ കഴിയാണ്. എനിക്കെങ്ങനെ ഇത് കഴിക്കാൻ കഴിയും? എൻ്റെ ഉപ്പാക്കൊരു കഷ്ണം കൊടുക്കാതെ. ആ മോള് ആ റൊട്ടി കഷ്ണം മാറ്റി വെക്കുകയാണ്. ആ റൊട്ടി പൊതിയാണ്. നേരെ ഉപ്പാൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഉപ്പ ചോദിച്ചു ആ സമയത്ത്, അഥവാ രാത്രിയാണ്, ഉറങ്ങാൻ കിടക്കുന്ന നേരമാണ്. മോളെ ഫാത്തിമ, എപ്പോൾ എന്തേ മോള് വന്നത്? ഈ സമയം എൻ്റെ മോളെ ഉറങ്ങാതെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? മോള് പറഞ്ഞു കൊടുക്കുക, ഉപ്പ, എനിക്കെൻ്റെ അലിയാർത്തങ്ങൾ എനിക്ക് റൊട്ടി കൊണ്ടുവന്നു. 4 റൊട്ടി ഉണ്ടായിരുന്നു ഉപ്പ. ഒന്ന് ഞാൻ ഹസന് കൊടുത്തു, ഒന്ന് ഹുസൈനും കൊടുത്തു, ഒന്ന് അലിയാർ തങ്ങൾക്ക് കൊടുത്തു, എൻ്റെ ഭർത്താവിന് കൊടുത്തു. 4-മത്തത് ഞാൻ കഴിക്കുമ്പോഴാണ്
അങ്ങയുടെ ഈ മുഖം എൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നത്. ദിവസങ്ങളോളമായി ഭക്ഷണം കഴിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം മനസ്സിൽ വന്നപ്പോൾ എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല ഉപ്പ. അതുകൊണ്ട് ആ റൊട്ടിയുമായി ഞാൻ വന്നതാണ്. പരിശുദ്ധ പ്രവാചകരുടെ കണ്ണ് ഈറനണിയാണ്. മോളെ അടച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഏതൊരു സെട്ടാവിൻ്റെ സമക്ഷത്തിലാണ് ഈ പ്രവാചകനുള്ളത്, ആ അള്ളാഹുവിന് തന്നെയാണ് സത്യം. ദിവസങ്ങളോളമായി ഞാൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട പിതാവും മകളും തമ്മിൽ ആ ഒരു റൊട്ടി പങ്കുവെച്ച് ആ ഒരു നിയമത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സങ്കടപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോൾ അനുഗ്രഹങ്ങൾ നമുക്ക് വരുന്നു. ആ വരുന്ന അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു ചെയ്യുന്ന നിയമത്തുകളാണ്. അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നമ്മൾ അഹങ്കാരികളാക്കാതെ നമ്മുടെ ജീവിത ശൈലി മൃഗങ്ങളെക്കാൾ അതം പതിക്കും വിധമുള്ള അത്യന്തം അപകടം പിടിച്ച ഒരു ദുരന്ത രീതികളിലാക്കാതെ ആ നിയമത്തുകളെല്ലാം അള്ളാഹു ചെയ്ത അവസരങ്ങളാണ്. അതിന് ശുക്രോടെ, നന്ദിയോടെ അതിന് ജീവിതം അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മുടെ യാത്ര ഉണ്ടാകേണ്ടത്. അവിടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഓർക്കണേ, മാഷറ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോ നിമിഷങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഓർത്തോ, അള്ളാഹുവിനെ ഓർത്തോ. ഓരോ കാൽപാദങ്ങളും എടുത്തു വെക്കുമ്പോൾ എൻ്റെ സൃഷ്ടാവ് എന്നെ ദർശിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ചിന്ത ഉണ്ടാകണം. ഒരു ജോലിക്കാരൻ ആ ജോലി ചെയ്യുമ്പോൾ CCTV കൊണ്ട് സംവിധാനിച്ച ഒരു സ്ഥലമാണെങ്കിൽ അതീവ സൂക്ഷ്മത പുലർത്താൻ അവനക്ക് കഴിയും. എന്തുകൊണ്ട്? സ്വമേധയാ അവനങ്ങനെ അല്ലെങ്കിൽ പോലും ഈ CCTVയുടെ നിരീക്ഷണം എനിക്കുണ്ട്. എൻ്റെ മുതലാളി, ഇതെൻ്റെ ഓണർ, അത് എവിടെയോ നിന്ന് എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് അതിൻ്റെ പ്ലേ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്തു കാണാൻ കഴിയും. നമുക്ക് ഉൾപ്പേടിയുണ്ട്, ഭയമുണ്ട്. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആ ഒരു സംവിധാനം നമുക്ക് പ്രചോദനമാകുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഒരു സംവിധായകനാണ്, ഏറ്റവും വലിയ നിരീക്ഷകനാണ്, ഏറ്റവും വലിയ ഭൗതിക ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിനേക്കാളൊക്കെ സമർത്ഥമായി നമ്മളെ കാണാൻ കഴിയുന്ന ഒരു സൃഷ്ടാവാണ്, ഒരു ശക്തിയാണ്. അണ്ടഘടാകങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിപനായ അല്ലാഹു. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കണം നിയമത്തുകൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണേ. പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് ക്ഷമാപൂർവ്വം അത് ജീവിതത്തിൽ തരണം ചെയ്യുക. ഇത് രണ്ടും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നത വിജയികളിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. കരുണക്കടലായ അള്ളാഹു മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ടുള്ള വിടവാങ്ങലിനും അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിട ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.